ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കാ ഈ കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായതുകൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങളിപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം ആണ്ട് അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ കൊണ്ടോട്ടി നേർച്ച നടത്തരുതെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ചത് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. നടത്തുന്നില്ല എപ്പോഴും. ഈ കൊണ്ടോട്ടിയിൽ നേർച്ചയിലെ പൂരാണ്, അതിൽ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ച എന്റെ കണ്ണിൽ കാണുന്നു. 983 എന്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി ഓടുക. ഞാൻ കൊണ്ടോട്ടി കൂടനാട് ഓടുക. ആ കാലത്ത് ശംസുൽ ഉലമ ഇത് നിർത്തണമെന്ന് പ്രസംഗിച്ച എന്റെ ഓർമ്മ ഉണ്ട്. ആര് നിർത്തി? ആര് നിർത്തും? ആരാ നിർത്തുക? ആരാതിന്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ? കച്ചവടക്കാർ. ഇങ്ങനെയുള്ള കുറെ നുണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടു പോയ ആധുനിക മുസ്ലിമീങ്ങൾ. ഇത് വളരെ ചിന്തിക്കേണ്ടതാ. പട്ടാമ്പി നേർച്ചുണ്ട്. ആരാണ്? അഡ്വക്കേറ്റ് ഉദയഭാനുവായിരുന്നു കഴിഞ്ഞ കൊല്ലം ചെയർമാൻ. പേരെന്താ? നേർച്ച. ഇങ്ങനെയൊക്കെയുള്ള കുറെ നേർച്ചകൾ, തമ്മാടിത്തരങ്ങൾ, ഇതൊക്കെ ഉലമാ ഇവിടെ എതിർത്തിട്ടുണ്ട്. പക്ഷേ 2 കുഴപ്പമാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സമൂഹത്തിൽ ഇത് ആലിമീങ്ങൾ എതിർക്കുന്നില്ല എന്ന് വരുത്തി തീർത്ത് ഒരു പ്രത്യേക ചാനലിലേക്ക് സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകൾ. 1. 2, ആലിമീങ്ങൾ എന്തിനാ പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന കുറെ കച്ചവടക്കാർ. അതിൽ സുന്നിയുണ്ട്, മുജാഹിദുണ്ട്. കൊണ്ടോട്ടിയിലെ കച്ചവടക്കാർ ഒരു സുന്നിയാണ്, മുജാഹിദാണ്, ഖാദിയാനിയാണ്, തബ്ലീഗാണ്, ജമാഅത്താണ്, ഒക്കെയാ. അവരതൊക്കെ ആണെങ്കിൽ തന്നെ കച്ചവടത്തിന് അവർ കുശാല. അവർക്ക് ആവശ്യം കച്ചവടമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂരി പാട്ട് എന്ന് പറയും. നിലമ്പൂരി കോവിലക്കാരുടെ ഒരു പാട്ടാ. വേട്ടക്കാരു ക്ഷേത്രത്തിൽ പഴയ കാലത്ത് ജന്മിമാർക്ക് കൊല്ലത്തിലൊരിക്കൽ കുടിയാന്മാർ സാധനം കൊണ്ടുവന്ന് പാട്ടം കൊടുത്തപ്പോൾ അവരെ പാട്ടുപാടി എതിരേൽക്കുകയും അവർക്ക് കാണിക്ക തിരിച്ചു നൽകുകയും ചെയ്ത കാര്യത്തെ അനുസ്മരിച്ചിട്ട് കോവിലക്കാരനെ പോയി. ഇപ്പൊ കോവിലകത്തെ ബാക്കിയുള്ള ആളുകൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ റേഷൻ വാങ്ങണം. അതാവസ്ഥ. നിലമ്പൂരി കോവിലകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? 969 കൂടെ ഒക്കെ പോയി, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നിലമ്പൂരി പാട്ടുണ്ട്. പാടാനും ആളില്ല, പാടിക്കാനും ആളില്ല, പക്ഷെ പാട്ടുണ്ട്. അതാരാ? കച്ചവടക്കാരാ. അലുവ ചെലവാകണം കുറച്ച്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ വേണം. ഇതേപോലത്തെ നേരത്തെ പറഞ്ഞ കുറെ പർദ്ദക്കാരി പെണ്ണുങ്ങളുണ്ടല്ലോ, മൊക്കനെയും പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഈ പൂരങ്ങൾക്ക് നിന്നിട്ട് തിരക്ക് തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്, എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരിക്കൽ. ഒരു രാത്രി ഞാൻ എവിടെയോ ഒരു പ്രധാനപ്പെട്ട പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വീട്ടിൽ പോവാ. അങ്ങനെ വെള്ളാമ്പറം സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ഇറങ്ങി. വെള്ളാമ്പറം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് സുബഹിയുടെ നേരാണ്, സുബൈ നിസ്കരിച്ചു. സുബൈയുടെ നേരാണ്, വെള്ളാമ്പറം സ്റ്റാൻഡിൽ ഇറങ്ങി, ബസ് ഇറങ്ങി, സുബൈ നിസ്കരിച്ചിട്ട് പിന്നെ 2ാമത്തെ അടുത്ത ബസ്സിന് കയറാൻ വേണ്ടി നിൽക്കുക. കൊണ്ടോട്ടി നേർച്ച നടക്കുന്ന ഒരു സമയം. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി വരുന്ന അവിടെ എന്റെ ബസ്സിലെ കണ്ടക്ടർ എന്നെ അറിയുന്ന ഒരാളാ. അയാള് ആ ബസ് ഫുള്ള് ആളാ. ഒക്കെ മൊക്കനക്കാരത്തികൾ, പെണ്ണുങ്ങൾ മുഴുവനുണ്ട് ഈ ബസ്സിന് നിറയെ. ഇവര് മുഴുവനും കൊണ്ടോട്ടിന്ന് വരിക.
ഞാനും കയറി. അവര് വേറെ ഏതോ പാലക്കാട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് വെള്ളാമ്പറത്ത് ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴത്തേന് അവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടെയാണ് ബസ് കയറുന്നത്. എന്റെ അടുത്തേക്ക് കണ്ടക്ടർ പൈസ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചു, നേർച്ചക്ക് പോയിരുന്നില്ലേ? ഞാൻ പേടിച്ചു പോയി. മനസ്സിലാവുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ അങ്ങനെ പേടിച്ചിട്ടില്ല. ഒറ്റ ചോദ്യം എന്നോട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ജാള്യത വന്നു, എന്താ പറയാ. പിന്നെ ഞാൻ ഉറപ്പിച്ചു, ഇനി ഏതായാലും ആൾക്കൂട്ടത്തിൽ ബസ് കയറില്ല. ഇങ്ങനെ ഒരു നേർച്ച നടക്കുമ്പോൾ ഞാൻ ബസ് കയറി ഉറപ്പിച്ചതാ. പേടിച്ചുപോയി. ഇയാൾ മനസ്സിലാക്കി, അങ്ങനെയാണല്ലോ അവിടെ ഞാൻ കയറുന്ന മുഴുവനും കൊണ്ടോട്ടി നേർച്ച. ഈ പൂരം ഇത് തമ്മാടിത്തരല്ലേ മനുഷ്യന്മാർ? ഹറാമല്ലേ അവിടെ നടക്കുന്നത്? പെണ്ണുമാണും ഇടകലർന്ന് ഏത് കാര്യത്തിന്റെ പേരില എന്ത് കാര്യത്തിന്റെ പേരില ഇടകലരാൻ പറ്റുക? വളരെ മനുഷ്യൻ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ് ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവർ കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളും മഹാന്മാരായ മഖ്ദൂം തങ്ങളും ആ മഖ്ബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. അതാണ് സുന്നത്തിയമായിട്ട്, അതാണ് ദീൻ. തന്റെ ഭാര്യയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്റെ ഭാര്യയും കൊണ്ട് തന്റെ ഭാര്യയുടെ ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ഒരു ഭാര്യയെ, ആ വേറൊരു ഭാര്യയുടെ വീട്ടിലേക്ക് മറ്റൊരു ഭാര്യ വന്നു. അങ്ങനെ രാത്രിയായപ്പോ ആ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ രാത്രിയായപ്പോ റസൂലുള്ളാഹി തന്നെ ഇറങ്ങിയതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫിയ ബീവിയും നബിയും രാത്രി ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് പോവുക. രണ്ട് അൻസാരികൾ വന്നു. രാത്രി പോവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി പോകുമ്പോ രണ്ട് അൻസാരികളെ കണ്ടു. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി സൗജതി സഫിയ, ഇതിന്റെ ഭാര്യ സഫിയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. സ്വഹാബികൾ പറഞ്ഞു, ഹശാവകല്ല യാ റസൂലല്ലാഹ്, നബി എന്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അന്യ പെണ്ണുങ്ങളൊപ്പം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുമെന്നാണോ അങ്ങ് കരുതിയത്? കാലല്ല, നിങ്ങൾ ഇപ്പം അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാ വാതിലും അടക്കൽ എന്റെ കടമയാ. ഖശീതു അൻ യഖദിഫ ശൈത്വാനു ഫീ ഖുലൂബികുമാ ശൈആ. ഇത് പഠിപ്പിച്ച ആളാ മുഹമ്മദ് നബി. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് മഹാന്മാരെ ഔലിയാക്കന്മാരെ മാർഗം. അതാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ മാർഗം. അതാണ് ശംസുൽ ഉലമയുടെ മാർഗം. ആ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങി പോകണം. കച്ചവടത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ മുസ്ലിം സമുദായം അതിൽ നിന്ന് മാറി നിൽക്കണം. സിഹർ ചെയ്യുന്ന